ഇല്ല, അമ്മയുടെ മകന്റെ ബോണ്ടിങ് നമുക്ക് ഡ്രസ്സിലൂടെ തന്നെ കാണിച്ചു കൊടുക്കാം. എങ്കിലും എന്നൊക്കെ ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഈ ആരോമൽ എന്നല്ല ഈ ഓമനത്തോളം ഈശ്വര, അതൊരു വലിയ കഥയാണ് മോളെ. ഒന്നും പറയണ്ട ശങ്കരു, എനിക്ക് ഇത്രയും കണ്ണന് ഈശ്വര സ്വന്തം പേര് ഇഷ്ടമല്ല ആരോമന്. അല്ല, എല്ലാവർക്കും അങ്ങനെ. എനിക്ക് എന്റെ പേര് ഇഷ്ടമല്ല ബീന. അല്ലല്ല, അതുകൊണ്ടല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനിപ്പോ വലുതായിന്ന് വിചാരിക്കേ, ഒരു അച്ഛനൊക്കെ ആയി എന്തേലൊക്കെ വിചാരിക്കും. ആരോമൽ ചേട്ടൻ അല്ലെങ്കിൽ ആരോമൽ അച്ഛൻ എന്താണ്? ചേട്ടന്റെ മോനില്ല, അല്ല, അവന് വേറെ പേരുണ്ട്, ശങ്കുരു. അത് വീട്ടിൽ വിളിക്കണവരാ. കണ്ണൻ കുറെ പേര് വിളിക്കും, കുറെ പേര് ശങ്കുരു വിളിക്കും. ഞാൻ ശങ്കുരു എന്നാണ് മിക്ക. ആരോമൽ പേര് എത്തിട്ട് എനിക്ക് ഓർമ്മയെങ്കിലും ഉണ്ട്, സ്കൂളിലാണ്. പക്ഷെ അവന് ഇത്രയും ഒരു നാണക്കേട്. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്. ലൈക്ക് ഒരു കുട്ടിപ്പം എന്ന് പറഞ്ഞ പേരാണ്. അവന് മാറ്റാണ് ഇപ്പൊ. അവൻ പറയണ ഇപ്പൊ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. പപ്പയാണ് അവൻ പറഞ്ഞു. ഇപ്പൊ ഐഡിയ പപ്പയുടെ ഉണ്ട് പേരിട്ടത്. മനുവിന്റെ ഭയങ്കര അടമന്റെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ അല്ല. മനു തീരുമാനിച്ചു വെച്ചു, മോനാണെങ്കിൽ ആരോമൽ. ആദ്യം ചന്തു എന്നാ വിചാരിച്ചിരുന്നു വെച്ചത്. മുത്തേത് വേണ്ട. അതെന്തിനാണ് ആ ഡയലോഗ് ഇവിടെ? എന്തിനാണ് ഇവിടെ? ഒരു ചെറിയൊരിത് എന്തൊക്കെയോ പറയണ്ട ഇവൻ തൊപ്പിന്നൊക്കെ. എനിക്കൊന്നും മനസ്സിലായി. നമ്മളിപ്പോ ടോപ്പിക്കിന്ന് മാറി. നമ്മളെന്താണ് പറഞ്ഞു തന്നത്? പേര്. അപ്പൊ പേര് അവന് ഒട്ടും ഇഷ്ടമില്ലാത്ത പേരാണ് മോളെ. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞാൽ തന്നെ അവൻ മൂടോട്ടോ. അവൻ ഇത്രയും കലി. എനിക്ക് അത് ഈ അടുത്ത കാലത്ത്, പണ്ടൊന്നും അറിയില്ലല്ലോ, വിവരമില്ലല്ലോ. അല്ല, അതിന്റെ ഏറ്റവും വലിയ ഞാൻ ഒരു പ്രശ്നം പറയട്ടെ. ഈ പേരിൽ പറഞ്ഞാ എ ഉണ്ട്, ഡബിൾ എ. ഞാൻ പക്ഷെ ഇപ്പൊ എപ്പോഴും ഉപയോഗിക്കുമ്പോ എ മാത്രമേ ഓർമ്മ വിളിക്കുള്ളൂ. എനിക്ക് ഡബിൾ എ ഇഷ്ടമല്ല. ഈ ഡബിൾ എ ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും റോൾ നമ്പർ 1 ആണ് എവിടെ. അതുകൊണ്ട് ഈ എക്സാം ഒക്കെ എഴുതുമ്പോ ഉണ്ടല്ലോ, ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കണം. അത് വല്ലാത്തൊരു പിടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അല്ല, വേറെ എന്ത് ഏത് വേണമെങ്കിൽ അതാണ് അവന്റെ ഏറ്റവും വലിയ സങ്കടം. മനസ്സിലായില്ലേ? ഇത്രയും കാലത്ത് സ്കൂളിൽ പഠിച്ചിട്ട് റോൾ നമ്പർ 1 to 3 അനങ്ങിയിട്ടില്ല. 1, 2, 3 അതിന്റെ അവസ്ഥ. നല്ല ഓമനത്തോളുള്ള പേരാ. ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ അത് സങ്കടം. കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ അടിയായിട്ട് പറഞ്ഞ് ഇവിടെ ഒരുമിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, 10th റിസൾട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒന്നും പറഞ്ഞില്ല, പറയും ശങ്കര് പറ. നമുക്ക് സ്കിപ്പ് ചെയ്താലോ ഈ സെഗ്മെന്റ്? ചേച്ചി കണ്ണടച്ചിരിക്കുക, ശങ്കര് പറഞ്ഞ ഞാൻ പറയുന്നില്ല എന്നൊക്കെ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഫുൾ A+ ഒക്കെ ഭയങ്കരമായിട്ട്. കാരണം അവൻ എനിക്ക് പ്രോമിസ് ചെയ്തിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. പക്ഷെ ഭയങ്കര ഉഴപ്പനാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ പേരിൽ നന്നായിട്ട് എഴുതി വിചാരിച്ച് അവനെ ഞാൻ ദുബായിൽ കറക്കാൻ കൊണ്ടുപോയി ഒക്കെ ചെയ്തു. തിരിച്ചു വന്നപ്പോൾ എത്ര 85% അവൻ മാക്സിമം മേടിച്ചത്. 85%. എന്ത് പറ്റി ശങ്കുരു? പഠിച്ചില്ലേ? നമുക്ക് ഈ ഒരു ചോദ്യം അങ്ങോട്ട് ഈ ചോദ്യം വേണ്ട. ഞാൻ മൂഡ് ഔട്ട് ആവും. അപ്പൊ ചേച്ചി എങ്ങനെയാ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ടോ? പണിഷ്മെന്റ് അല്ല, എനിക്കൊക്കെ ദേഷ്യം ഒരു പിച്ചൊക്കെ കൊടുക്കും. പിന്നെ നല്ലത് കിട്ടില്ലല്ലോ ഇപ്പൊ. അവനെ തൊടാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ. പണ്ടൊക്കെ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഈ പഴയ കഥ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണോ ബീൻ ചേച്ചി? ഞങ്ങള് പണ്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അത് രണ്ടുപേർക്കും ഉണ്ട്. അല്ല, എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാ. വെള്ളത്തിൽ കൂടി ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. വെള്ളത്തിലോ? നീന്തി പോടാ. കഷ്ടപ്പാടായിരുന്നു. നീ ഏത് കഷ്ടപ്പാടായിരുന്നു പണ്ട് പോടാ ചെക്ക അവിടെ നിന്ന്. വെറുതെ എന്തൊക്കെയോ. ആരാണ് കൂടുതൽ സ്ട്രിക്റ്റ്? ആരാ, അച്ഛനാണോ അമ്മയാണോ? And the award goes to അല്ല, വേറൊരു കാര്യമുണ്ട്. ഇവര് അച്ഛനും മോനും ഉണ്ടല്ലോ, പപ്പ ഭയങ്കര എന്ന് വെച്ചിട്ട് വെറുതെ ഡയലോഗ് അടിക്കല് മാത്രമേ ഉള്ളൂ, ഒരു സ്ട്രിക്റ്റും അല്ല. അതുകൊണ്ട് അറിയാമോ, ഇവൻ അതെല്ലാം മുതലെടുക്കും. മനസ്സിലായില്ലേ? അല്ല, ഒരാളെന്ന് വെച്ചാ ഈ പപ്പയ്ക്കെന്ന് വെച്ചാൽ പപ്പയുടെ ചെറുപ്പകാലത്ത് ഒരുപാട് പുള്ളിയുടെ അച്ഛൻ ഡാഡി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. മീൻസ് മിലിറ്ററിയാണ്, എക്സ് മിലിറ്ററിയാണ്. അപ്പൊ അത് കാരണം പുള്ളി എന്ത് ഇവന് ഒരുപാട് കുറെ, എൻ്റെ മോന് അങ്ങനെ ഞാൻ അത്ര സ്ട്രിക്റ്റ് ആവില്ല,
എന്ന് പറഞ്ഞിട്ട് കുറെ ഇവിടെ ഇത് കൊടുക്കും. അപ്പൊ ഇവൻ അതെല്ലാം മുതലെടുക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഒരാളെങ്കിലും ഞാനെങ്കിൽ ഇത്തിരി, പക്ഷെ ഇവൻ ഒരു എടാ നിനക്ക് എന്തെങ്കിലും ഒരു പെർമിഷൻ തരാതിരിക്കാറുണ്ടോ? എന്തിനും അവൻ പോവും, എല്ലാത്തിനും അവൻ പോവും. പക്ഷെ എന്നിട്ട് പറയുമ്പോ നമ്മളിപ്പോ എടാ പോയിട്ട് ഒരു 10 മണിക്ക് വരുന്ന പറഞ്ഞാൽ അവൻ വൈകുന്നേരം 5 മണിക്ക് വരും. അതാണ് അവൻ. അപ്പൊ നമുക്ക് ദേഷ്യം പിടിക്കില്ലേ? അല്ല അത് ചുമ്മാ അത് ഇങ്ങനെ എഴുതിയില്ലേ സത്യം പറയാം, എന്തെങ്കിലും നീ കറക്റ്റ് ടൈം അല്ല, പക്ഷെ ഒരു 1-2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടില്ല, അപ്പൊ എനിക്ക് ദേഷ്യം പിടിക്കും അല്ലെ. നമ്മൾ എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുമ്പോ കുറച്ചൊക്കെ നമ്മൾ ടൈം എപ്പോ നോക്കിയാലും അങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ഒന്നാമത്തെ എനിക്ക് ഇത്തിരി ദേഷ്യം ഇത്തിരി കൂടുതലാണ്. ഇപ്പൊ കുറച്ച് ദേഷ്യം കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവൻ ഒന്നും കൂടി എന്നെ ഭ്രാന്താക്കും. പക്ഷെ അതൊക്കെ അപ്പൊ തന്നെ ഞങ്ങള് റീൽസ് എടുക്കും, ഞങ്ങള് അതൊക്കെ അപ്പൊ തന്നെ മാറും. കാരണം അവന് വേറൊരു വഴിയില്ലല്ലോ, അവന് തിന്നാൻ ഉണ്ടാക്കി കൊടുക്കണം ഞാന്. ഫുഡ് അടിക്കണമല്ലോ. അപ്പൊ അതൊക്കെ പിന്നെ ഞാൻ വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ വാശിയൊക്കെ ഉണ്ടോ? കിണ്ടി അവനൊന്നുമില്ല, അതൊന്നുമില്ല. കുറച്ചു നേരം കുറെ വാവളിച്ച് ഇങ്ങനെ കരയൊക്കെ ചെയ്യും, അതോടെ നിർത്തും. കരയൊന്നുമില്ല, അത്രക്കും പോവാണെങ്കിലേ ഉള്ളൂ. ഒന്നുമില്ല, ഭയങ്കര അഭിനയൊക്കെ അഭിനയിച്ചോളി. കരഞ്ഞ് അഭിനയം കാണുമ്പോ നമുക്കറിയൂലേ, എന്റെ എല്ലാം മോനെ അറിയാലോ എന്റെ അഭിനയം. അതൊന്നും കാണും ഇപ്പൊ നമുക്ക് ഒരു സങ്കടവും വരുന്നില്ല, സത്യം പറഞ്ഞു. ഓ പിന്നെ ഇവന്റെ കരച്ചിലുണ്ട്, ഞാനങ്ങ് സെന്റിമെന്റ്സ് അടിക്കാൻ പോണല്ലേ. ചേച്ചി കൊറേ കുക്കറി ഷോസ് ഒക്കെ ഒരുപാട് സാറ്റലൈറ്റ് ചാനൽസിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മ അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അത് യൂട്യൂബൊക്കെ നോക്കിട്ട് ഫുൾ യൂട്യൂബുകള് റീൽസിൽ ഇങ്ങനെ കാണും. അപ്പൊ ഓരോന്നൊക്കെ അയച്ചു തരും. എന്നിട്ട് ഇത് നോക്കിയടാ, നാളെ ഞാൻ നിനക്ക് സ്കൂളിൽ പോകുമ്പോ ഉണ്ടാക്കി തരാം. കൊറേയൊക്കെ പരീക്ഷിക്കും, കുറെ സാധനങ്ങളൊക്കെ. എന്താ അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? അങ്ങനെയില്ല, ഇപ്പൊ എന്നാലും എപ്പോഴും ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ നീ എപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകുമ്പോ എല്ലാരും ഭയങ്കര എന്താണ് ബ്രെഡ് ഇങ്ങനെ റോൾ ചെയ്തിട്ട്, അതിനേക്കാളും കൂടുതൽ ഹൈലൈറ്റ് പറഞ്ഞ വേറെ സാധനം ഉണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു, ജാപ്പനീസ് ടൈപ്പ്, എന്താ ജപ്പാൻ ചിക്കനാ. ചേച്ചി കേരളത്തിലൊന്നല്ല, അല്ല കൊറേയൊക്കെ പരീക്ഷിക്കും ഞാൻ. ജപ്പാൻ ചിക്കൻ നമ്മുടെ അത് വന്നിട്ട് അല്ല അതല്ല, സ്കൂളില് ഫ്രൈഡ് റൈസ് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കി കൊടുക്കുക, എഗ് ഫ്രൈഡ് റൈസ്. അപ്പൊ ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ എത്ര ടേസ്റ്റ് ആണ്. അതൊക്കെ ഭയങ്കര അവന് ഇഷ്ടമാണെന്ന് പറയും. നല്ല ആളെ ട്രൈ ചെയ്യാറുണ്ടോ? ഇവനോ? എന്താ ചോദിച്ചത്? ഉണ്ടാക്കാറുണ്ടോന്നോ? അവനൊരു ചായ കുടിച്ച ഗ്ലാസ് ഇത് എങ്ങനെ എടുത്ത് വെക്കാന്നല്ലാതെ അതെടുത്തൊന്നും അപ്പുറത്തേക്ക് എന്റെ പൊന്നുമോൻ വെക്കത്തില്ല. അയ്യോ, കാരണം ഫുൾ ടൈം ഇതിൽ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കും. ഞാൻ എന്തെങ്കിലും കൊണ്ടു കൊടുത്തോ അതിങ്ങനെ വെച്ച് തിന്നും, അവിടെ തന്നെ ഇങ്ങനെ വെക്കും. ആ ടേബിളിന്റെ അപ്പുറത്തേക്ക് എടുത്ത് വെക്കില്ല. പാത്രം കഴുകും എന്ന് പറഞ്ഞ്. ആര്? നീയോ? എന്റെ കണ്ണ, എന്തിനാ കണ്ണ ഇങ്ങനെ നോണ പറയാ? കഴുകാറുണ്ട്. എന്ന്? ഞാൻ കഴുകാറില്ലേ. ഏത് കഴുകാറുണ്ട്? ഇന്ന ഡേറ്റ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു. അല്ല, നീ എന്തെങ്കിലും ഒരു ദിവസം ചായ കുടിച്ച ഗ്ലാസ് കഴുകും. ഇന്നും കൂടെ ഞാൻ രാവിലെ ചീത്ത പറഞ്ഞേടാ, ആ ചായ കുടിച്ച ഗ്ലാസ് ഒന്നെടുത്ത ടേബിളിലേക്ക് വെച്ചു. അതൊന്നും മനു പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമൊക്കെ പറഞ്ഞാലൊക്കെ. എനിക്കിപ്പോൾ ഇന്നലെ കൈ മുറിഞ്ഞു, 2 സ്ഥലത്ത് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നീറ്റിലായിരുന്നു. 2 ദിവസമായപ്പോഴേക്കും എനിക്കിങ്ങനെ പൊറുക്കാതായപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, മനു ഞാൻ എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മനുവിൻ്റെ അടുത്ത് ഒന്ന് കഴുകി വെച്ചേക്കണം. മനു ഇന്നലെ രാത്രി വന്നിട്ട് പുള്ളി പിന്നെ സൗകര്യത്തിലൊക്കെ വരുള്ളൂ, എന്നാലും വന്നിട്ട് എല്ലാം കഴുകിയൊക്കെ വന്ന് പറഞ്ഞാൽ ചെയ്യും. അല്ലാണ്ട് 2 എണ്ണം ഒരു രക്ഷയില്ല. ഞാൻ കഴുകാറൊക്കെ ഉണ്ട്. കണ്ണാന്തിനാണ് നോണ പറയണ, എന്തിനാ കണ്ണ ഉള്ള കാര്യം പറഞ്ഞ പോലെ. ഇന്ന് വരെ കണ്ടിട്ടില്ല ഞാൻ. എന്റെ പൊന്നു പോലും ഒരു കുടിച്ച ചായ ഗ്ലാസ് അങ്ങനെ തന്നെ ടേബിളിൽ കൊണ്ട് ഇന്ന് മുതൽ. അപ്പൊ ഇനി ഞാൻ കഴുകൂലട്ടാ, ഞാൻ അവിടെ വെക്കത്തേ ഉള്ളൂ. അതെ, അറ്റ്ലീസ്റ്റ് ഒന്ന് എടുത്ത് ടേബിളിൽ നിന്ന് അങ്ങോട്ട് അല്ല താഴ്ത്തുന്നിടത്ത് മാറ്റിയെങ്കിലും വെച്ചാൽ മതി. വെച്ചോളാം.
കല്യാണം കഴിച്ച് ഇവന്റെ പെണ്ണുമ്പിള്ള വരുമ്പോ ഇതൊക്കെ ചെയ്യുമോന്ന് എനിക്കൊന്ന് കാണണം. പഠിക്കും അന്ന് ഞാനൊന്ന് നോക്കും ഇതൊക്കെ വല്ലതും ചെയ്യുന്നുണ്ടോ, കണ്ടോ ഞാൻ അങ്ങനെ ഇരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട്. ഇപ്പോഴും എനിക്ക് അമ്മയുണ്ടല്ലോ. അവിടെ പോവാ ഞാൻ അപ്പോഴും നിനക്ക് ഞാന് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ വിളിക്കാം നിന്നെ, മനസ്സിലായില്ലേ? പോലെ അല്ല, എല്ലാരും ഈക്വൽ ആയിട്ട് ജോലി ചെയ്തു. ആര്യ കുക്ക് ചെയ്യണമെങ്കിൽ ഭർത്താവ് പാത്രം അങ്ങനെയൊക്കെ ചെയ്യും, ചെയ്യുകയൊക്കെ ചെയ്യണം. ചെയ്തോളൂ ചേച്ചി, ഒറ്റയ്ക്ക് പോയി നിക്കുമ്പോ ആള് ചെയ്ത് തുടങ്ങിക്കോളും. ഞാൻ അതാണ് പ്രതീക്ഷിച്ചിരിക്കണത്. പക്ഷെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. ഇപ്പൊ യൂട്യൂബ് ചാനല് മനൂസ് വിഷനിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. നമ്മളല്ലേ മനു സുഷൻ വേറെ, തെസ്നീസ് വ്ലോഗ്സ് വേറെ, ഇവിടെ അച്ഛനും മോനും വേറെ, ഞാനും തെസ്നിയാനും വേറെ. അവര് വലിയ വലിയ മറ്റേ ഇതിനെ പറ്റിയൊക്കെ ബിഗ് ബോസിനെ പറ്റി റിവ്യൂ എന്തൊക്കെയോ. ഞങ്ങള് ദുബായി പോയപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. എന്നെ ഓബിയസ്ലി നമ്മള് ചെല്ലുമ്പോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ലുലുമോളിൽ ഞാൻ പറയാം അല്ല അമ്മ എനിക്ക് ഇങ്ങനെ പോവാ. ലുലുമോളിൽ ഞങ്ങള് വാച്ച് മേടിക്കാൻ വേണ്ടി ആ ഇലക്ട്രോണിക്സിന്റെ അവിടെ മറ്റേ ദുബായില്. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോവാ പുറത്തേക്ക്. അപ്പൊ അപ്പോഴേക്കും അമ്മയും അങ്ങോട്ട് പോവാ, വെറുതെ നടക്കുക. ഞാനും ആമലേട്ടനും കൂടി ഇങ്ങനെ പോവാണ്. അപ്പൊ കുറച്ചു പേര് ഇങ്ങനെ വന്നു. ഞാൻ മാസ്കും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ. അവരൊക്കെ പോട്ടെ, അവരൊക്കെ ആരാ? മനൂസ് ഒരാളങ്ങനെ പറഞ്ഞു ലൈഫിൽ ഒരു പ്രാവശ്യം അമ്മയുടെ എക്സ്പ്രഷൻ കാണുന്നു. അതല്ല, അങ്ങനെ ഒരാൾ തിരിച്ചറിയുമ്പോ എനിക്ക് സന്തോഷമായി. കാരണം പിന്നെ ഞാനപ്പുറത്ത് എന്റെ ദൈവമോ അങ്കുരുവിനൊക്കെ ഫാൻസോ, അപ്പൊ ഒന്ന് ഫോട്ടോ എടുക്കണു. ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ട് അച്ഛനും മോനെ ഭയങ്കര എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫാൻസിനൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് എവിടെ ചെല്ലുമ്പോഴും. എനിക്കൊന്ന് ചേച്ചിനെ അതിൽ നിന്ന് ഇവര് നൈസായിട്ട് പുറത്താക്കി. അപ്പൊ ചേച്ചി വേറെ പോയി അവിടെ സൈഡില്. അങ്ങനെയല്ല, തുടങ്ങിയത് ഫസ്റ്റ് ഞാനാണ്. ഞാൻ കൊറേ കാല് പിടിച്ചു. മനു പൊതുവെ എല്ലാം ഭയങ്കര ലേസിയാണ്, മടിയനാണ് എല്ലാത്തിനും. എന്ത് പറഞ്ഞ ആട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ആലോചനയിലായിരിക്കും. മറ്റേ കരിക്കില് മറ്റേ ജോർജ് പോലെ അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാ, ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ, അവിടെ പോയിട്ട് അതെല്ലാം പുള്ളിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് വരും കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനും തെസ്നി ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്. തെസ്നി നമുക്ക് തുടങ്ങാടി എന്ന് പറഞ്ഞോട്ട് ഞങ്ങൾ ഒരു പിറ്റേ ദിവസം തുടങ്ങുകയാണ്. അങ്ങോട്ട് തെസ്മീൻ ഇവൻ വരുമ്പോ ക്യാമറമാൻ, ഇവൻ ഞങ്ങളുടെ ക്യാമറമാൻ ആയിരുന്നു. ക്യാമറമാൻ ഞാൻ തെസ്നി കൂടെ എന്തൊക്കെ ഒന്നും അറിയില്ല, വെറുതെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്തു. എന്തായാലും ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഞങ്ങളൊക്കെ കൂടെ എടുത്തു. ഇവന്റെ ഒരു അറിവ് വെച്ചിട്ട് അവനും എടുത്തു. അല്ല, അവനെടുത്തു തന്നു. അതെ, നല്ലതൊക്കെ പറയട്ടെ. അപ്പൊ അവൻ ഞങ്ങൾക്ക് എടുത്ത്, ഞങ്ങളുടെ ക്യാമറമാനൊക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് എടുത്തു തന്നു കുറെ. ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ മനുവിന് അങ്ങോട്ട് ആവേശം കയറിയില്ലേ, ഞങ്ങൾക്ക് മറ്റേ പലവരൊക്കെ പറയാൻ തുടങ്ങി മനോജായിട്ട് തുടങ്ങി കഴിഞ്ഞ ഒരു സംഭവമാണ്, പൊളിയാന്ന്. അപ്പൊ അങ്ങനെ പുള്ളി ആ സമയത്തായിരുന്നു ബിഗ് ബോസ് സെക്കൻഡ് സീസൺ തുടങ്ങാൻ പോണതിന്റെ അനൗൺസ്മെന്റ് ആൾക്കാരെയൊക്കെ പറയുന്ന സമയമായിരുന്നു. അപ്പോഴേക്കും ഞാൻ തുടങ്ങുവാണ് ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങിയത്. അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളിയുടെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങുന്ന ബിഗ് ബോസിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ റിവ്യൂ. അവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് പറയാം. അല്ലാണ്ട് പുറത്തിറങ്ങിയിട്ട് ഒരു കാര്യം അല്ല, വീട്ടിലിരുന്ന് നല്ല AC ഒക്കെ ഉണ്ട് അവിടെ ഇരുന്നിട്ട് ഭയങ്കര സംഭവം പറയാം. അല്ലാതെ പിന്നെ അല്ലെങ്കിൽ ഞാൻ പിന്നെ റിക്വസ്റ്റ് ചെയ്ത് മനു ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട്, അപ്പൊ എന്റെ കൂടെ ഒന്ന് വരുമോ ഹെൽപ്പിന്, എനിക്ക് വല്ല ഗുണം ഉണ്ടാവോ? അല്ല അവിടെ ഇതെടുക്കാം. എന്നാ ഞാൻ വരാം. ഗുണമുണ്ടോന്ന് ചോദിച്ചാ എന്റെയും കൂടി യൂട്യൂബിൽ അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരാം. അല്ലാണ്ട് പുള്ളിക്ക് ഞങ്ങളൊക്കെ വെളിയിൽ എല്ലാം ഞങ്ങളൊന്നും സുഖിച്ചു നിന്നിട്ടൊന്നും ഒരു വീഡിയോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളിങ്ങനെ അലർന്ന് നടന്ന്. പക്ഷെ ഞങ്ങൾ കുറെ എൻജോയ് ചെയ്തിട്ടാ. കുറെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂർ ഡേയ്സ് പോയി. അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറെ പേര് ഞങ്ങൾക്ക് കുറെ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ദുബായിക്കൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അവരൊക്കെ അക്ബർ ട്രാവൽസ് ആയിരുന്നു ഞങ്ങൾക്ക് എടുത്തു തന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കുറെ ഗുണം ഉണ്ടായിരുന്നു. എനിക്ക് ദുബായി പോകാൻ പറ്റി. ഞാൻ ആദ്യമായിട്ട് പുറത്തു പോയതപ്പോഴാണ്. അപ്പൊ ഞാൻ അതിനൊക്കെ അല്ലെങ്കിലും ഇവന് ഗുണം എന്നെ കൊണ്ടുള്ളൂ, എക്സ്പീരിയൻസ് കൊണ്ടുള്ളൂ. ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുള്ളൂ. അതിനെ കുറിച്ച് നമുക്കിവിടെ ടോപ്പിക് വേണ്ട, ചർച്ച വേണ്ട. അതെ അതെ അതെ, ഞങ്ങള് നല്ല ഹെൽപ്പ് ചെയ്യും. അവിടെ നിന്നൊന്നും കിട്ടാറില്ല. അല്ല, ഞങ്ങളുടെ ഇപ്പൊ അവൻ ഹെൽപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങള് പക്ഷെ അത്യാവശ്യം നല്ല ഇവന്
നല്ല ഇതൊക്കെ കൊടുക്കുമായിരുന്നു. മോനല്ലേ ആ, പരിഗണന മോനല്ലേ എന്നുള്ള വിചാരത്തിൽ ഞാനെ കൊണ്ടു. ഓക്കെ. ബിഗ് ബോസ് ഫുള്ള് ഇവര് സ്ഥിരം സ്ഥിരം ഇവരുണ്ട്. കാണാറുണ്ടോ? ഞാനും കാണും. എനിക്ക് ഇഷ്ടം വേറെ സാറ്റർഡേ സൺഡേസ് ഉള്ളു കൂടുതലും കേട്ടോ. പിന്നത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഫുള്ള് അതിലാണ്. മനു ഫുൾ ടൈം, കാരണം മനു റിവ്യൂ ചെയ്യണമല്ലോ, അതുകൊണ്ട് മനു നല്ലോണം കാണുന്നത്. ഈ സീസണിൽ ആരുടെ ഫാനാ? ആരുടെ ഫാനില്ല, ആരുമില്ല. കേക്കട്ടെ ഒരു ബിഗ് ബോസ് റിവ്യൂ ഇപ്പൊ കേക്കട്ടെ. ഇപ്പം നിലവിൽ എനിക്ക് ആരുമില്ല. അങ്ങനെ പിന്നെങ്കിലും കുറച്ചൊരു ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് മാരാറ് ഇഷ്ടമാണ്, റെനീഷ ഇഷ്ടമാണ്. ഈ രണ്ടുപേരെയാണ് കുഴപ്പമില്ലാതെ പ്ലേ അവരെ രണ്ടുപേരാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഫാൻസും അങ്ങനെയൊന്നുമില്ല, ഉള്ളതിൽ അവർ രണ്ടുപേരുമാണ് ഒരു സപ്പോർട്ട് ചെയ്യുന്നത് മെന്റലി. ഇതിലെ വില്ലത്തി വേഷങ്ങളിലൂടെ നമുക്ക് സുപരിചിതയായ താരമാണ് ബീന ആന്റണി. ബീന ആന്റണിയും മനോജും ഒരു താരദമ്പതികളായിട്ടാണ് നമുക്ക് മുന്നിലുള്ളത്. ഇരുവരും സീരിയലിലൂടെയും സിനിമകളിലൂടെയും നമുക്ക് സുപരിചിതരായി മാറിയ താരങ്ങളാണ്. നെഗറ്റീവ് കഥാപാത്രങ്ങളിലൂടെയാണ് ബീന ആന്റണി നമുക്ക് പരിചിതയെങ്കിൽ പോസിറ്റീവായ കഥാപാത്രങ്ങളിലൂടെയാണ് മനോജ് കുമാറിനെ നമുക്ക് അറിയാന്നുള്ളത്. ഇരുവർക്കും ഒരു മകനാണുള്ളത്. സന്തുഷ്ടകരമായി കുടുംബജീവിതം നയിക്കുന്നവരാണ് ഈ താരദമ്പതികൾ. എല്ലാത്തിനും ഒന്നിച്ചു നിൽക്കുന്നവരാണ് ഇരുവരും. ഇപ്പോൾ മമ്മി ആൻഡ് മീ എന്ന പരിപാടിയിൽ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ബീന ആന്റണിയും മകനും.